2026 ഏപ്രിൽ മാസം 27 ചെന്നൈയിലെ ഒരു ശാന്തമായ ഉച്ച കഴിഞ്ഞ ദിവസം. പക്ഷേ ചില മണിക്കൂറുകൾക്കകം തന്നെ ആ ദിവസം മുഴുവൻ നഗരത്തിനും ഒരു ഭയാനകമായ രാത്രി സ്വപ്നമായി മാറാനിരിക്കുകയായിരുന്നു. കാരണം അന്ന് നടന്ന സംഭവം ആളുകളെ ഭയപ്പെടുത്തിയത് മാത്രമല്ല, ഉള്ളിലേക്ക് ആഴത്തിൽ നടുകയും ചെയ്തു. നാഗലക്ഷ്മി എന്ന സ്ത്രീ, ശൂന്യത്തിൽ നിന്നും സ്വന്തം ജീവിതം കെട്ടിപ്പടുത്ത ഒരാൾ. ഇൻസ്റ്റഗ്രാമിൽ 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്, ആഡംബര ജീവിതം, വിജയകരമായ ബിസിനസ്, പുറമെ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി വുമൺ എന്ന ഇമേജ്. അവളുടെ വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നു. പരമ്പരാഗത സാരികളെ ആധുനിക സ്റ്റൈലിൽ അവതരിപ്പിച്ച് അവൾ പലർക്കും ഒരു ഇൻസ്പിറേഷനായി മാറിയിരുന്നു. പക്ഷെ ക്യാമറയ്ക്ക് പിന്നിലെ ആരും ശ്രദ്ധിക്കാത്തൊരു സത്യം ഉണ്ടായിരുന്നു. അവളുടെ ജീവിതം പതുക്കെ തകരുകയായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ പുഞ്ചിരിയും യാഥാർത്ഥ്യമല്ല. ഏറ്റവും പെർഫെക്റ്റ് ആയി തോന്നുന്ന വീടുകളിലാണ് പലപ്പോഴും ഏറ്റവും വലിയ നിശബ്ദത കത്തിക്കൊണ്ടിരിക്കുക. ഏപ്രിൽ മാസം 27-ാം തീയതി വൈകുന്നേരം അവളുടെ മകൻ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് അസാധാരണമായൊരു കാര്യമായിരുന്നു. വീടിന്റെ മെയിൻ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് പൂർണ്ണമായ നിശബ്ദത. ടിവിയുടെ ശബ്ദമില്ല, അടുക്കളയിലെ ചലനങ്ങളില്ല, ഒരാളുടെയും ചുവടുകളുടെ ശബ്ദമില്ല. പക്ഷെ അടുത്ത ചില സെക്കൻഡുകൾക്കുള്ളിൽ അവന്റെ ലോകം മുഴുവനും തകർന്നു പോവുകയായിരുന്നു. അവൻ അകത്തേക്ക് കടന്നപ്പോൾ നിലത്ത് കണ്ട കാഴ്ച അവനെ പൂർണ്ണമായും തളർത്തി. അവിടെ നിലത്ത് കിടന്നിരുന്ന അവന്റെ അമ്മ നാഗലക്ഷ്മി. അവളുടെ ശരീരം കണ്ടപ്പോൾ തോന്നിയത് ആരോ തന്റെ കോപം ഒരു ആയുധത്തിന്റെ മൂർച്ചയിൽ പകർന്ന് അതിനെ ശരീരത്തിൽ കൊത്തിയതുപോലെയായിരുന്നു. എന്നാൽ ആ നൈറ്റ്മെയർ അവിടെ അവസാനിച്ചില്ല. കാരണം അതേ വീട്ടിലെ മറ്റൊരു മുറിയിൽ അവന്റെ അച്ഛൻ മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ മുഴുവൻ ചെന്നൈയും ഞെട്ടിപ്പോയി. കാരണം ചോദ്യം വെറുമൊരു കൊലപാതകത്തെ കുറിച്ച് മാത്രമല്ലായിരുന്നു. പുറമേ നിന്ന് ഇത്രയും വിജയകരമായി തോന്നിയ ഒരു ഇൻഫ്ലുവൻസറുടെ വീടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നായിരുന്നു. അതാണ് ഏറ്റവും വലിയ സംശയം. 2026 ഏപ്രിൽ മാസം 27-ന് നടന്ന ഈ ഭീകര അന്ത്യം ഒരൊറ്റ രാത്രിയിൽ ഉണ്ടായതല്ല. ഓരോ ക്രൈം കേസിന്റെയും അടിത്തറ ആ രാത്രിയല്ല, അതിന് മുൻപുള്ള വർഷങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നാഗലക്ഷ്മിയുടെ കഥയും ഒരു ഹൊറർ സ്റ്റോറിയായി തുടങ്ങിയതല്ല, മറിച്ചൊരു സ്വപ്നത്തിന്റെ തുടക്കമായിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. സംഭവ സമയത്ത് അവൾക്ക് 42 വയസ്സാണ്. ചെറുപ്പം മുതൽ തന്നെ അവളുടെ ചിന്തകൾ അവളുടെ പ്രായത്തേക്കാൾ ഏറെ മുന്നിലായിരുന്നു. സാധാരണ ജീവിതം മാത്രം ജീവിക്കാൻ താൻ ജനിച്ചിട്ടില്ല എന്ന് അവൾക്ക് എപ്പോഴും തോന്നുമായിരുന്നു. അതിനിടെ അവളുടെ ജീവിതത്തിലേക്ക് ഒരു പേര് കടന്നു വന്നു, സുബ്രഹ്മണ്യം. അദ്ദേഹം അവളുടെ നാട്ടുകാരനായിരുന്നു. അവളെക്കാൾ ഏകദേശം 10 വയസ്സ് മുതിർന്ന ഒരാൾ. പുറമേ നോക്കുമ്പോൾ അത്യന്തം ശാന്തനും പ്രായോഗികവുമായ സ്വഭാവമുള്ള ആളെന്നായിരുന്നു അവനെ കുറിച്ചുള്ള ധാരണ. നാഗലക്ഷ്മി സ്വപ്നങ്ങളും പബ്ലിക് അറ്റൻഷനും നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിച്ച ഒരാൾ. അതേസമയം സുബ്രഹ്മണ്യം ലളിതവും സ്വകാര്യവുമായ ജീവിതത്തിലാണ് വിശ്വാസം വെച്ചത്. അതായത് ഇരുവരുടെയും സ്വഭാവം പരസ്പരം പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. പിന്നീട് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഒടുവിൽ ബന്ധം ഉറപ്പിക്കുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. തുടർന്ന് ചെന്നൈയിൽ ഒരു പരമ്പരാഗത ചടങ്ങിലൂടെ ഇരുവരും വിവാഹിതരായി. വിവാഹ ചിത്രത്തിൽ ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു നല്ല ഭാവി, സ്ഥിരമായ കുടുംബജീവിതം, പുതിയ തുടക്കം, എല്ലാം സ്വപ്നങ്ങളായിരുന്നു. വിവാഹത്തിന് ശേഷം ഇരുവരും ചെന്നൈയിലെ നങ്ങല്ലൂർ പ്രദേശത്തേക്ക് താമസം മാറി. ആദ്യകാലങ്ങളിൽ എല്ലാം സാധാരണമായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ ആ ബന്ധത്തിന്റെ തിളക്കത്തിൽ പിന്നിൽ വിള്ളലുകൾ രൂപപ്പെടാൻ തുടങ്ങി. ഇതിനിടെ ലക്ഷ്മി 2 ആൺമക്കൾക്ക് ജന്മം നൽകി. മൂത്ത മകൻ ഹരീഷ് ഭാരദ്വാജ് വളർന്ന് മെഡിസിൻ പഠനത്തിനായി ചേർന്നു. ഇളയവൻ സായിലാഷ് ചെന്നൈയിൽ ഡെന്റൽ പഠനം ആരംഭിച്ചു. ലക്ഷ്മി തന്റെ മക്കളെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവർക്കില്ലായിരിക്കണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ പ്രശ്നം എന്തെന്നാൽ വീട്ടിലെ മുഴുവൻ ഉത്തരവാദിത്വവും പതുക്കെ അവളുടെ മേലിലേക്ക് വീഴുകയായിരുന്നു. സുബ്രഹ്മണ്യം പുറമേക്ക് ശാന്തനായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സ്ഥിരമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും മാസങ്ങളോളം ജോലിയില്ലാത്ത അവസ്ഥ. അങ്ങനെ വീട്ടു ചിലവുകളുടെ മുഴുവൻ ഭാരവും നാഗലക്ഷ്മിയുടെ മേലേക്ക് മാത്രമായി മാറി. ഇവിടെയാണ് ബന്ധത്തിനുള്ളിലെ സമ്മർദ്ദം പതുക്കെ ഉയരാൻ തുടങ്ങുന്നത്. നാഗലക്ഷ്മിയുടെ ജീവിതത്തിലെ മാറ്റം അവന് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് ആരംഭിച്ചത്. സുബ്രഹ്മണ്യം സ്ഥിരമായി ജോലി ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും അവളുടെ മേലേക്ക് മാറി. അതിനാൽ അവൾ തന്നെയാണ് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്. സാരികളോട് അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കൂടാതെ അവൾക്ക് ഒരു എന്റർപ്രണർ മനോഭാവം ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി ശ്രീ സായി സിൽക്സ് എന്ന പേരിൽ അവളുടെ സ്വന്തം ബിസിനസ് ആരംഭിച്ചു. തുടക്കത്തിൽ അത് ചെറിയ തലത്തിൽ മാത്രമായിരുന്നു.
പക്ഷെ അവളുടെ ലക്ഷ്യം ഒരു കട നടത്തുക മാത്രമല്ല, സ്വന്തം ഐഡന്റിറ്റി നിർമ്മിക്കുകയാണ്. അവൾ ഡിജിറ്റൽ ലോകത്തിന്റെ ശക്തി വേഗത്തിൽ മനസ്സിലാക്കി. ചെറിയ പ്രമോഷൻ വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ ക്ലിപ്പുകൾ ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ബിസിനസ് വളർന്നു. ചെന്നൈയിൽ, നങ്ങല്ലൂർ, അണ്ണാനഗർ എന്നിവിടങ്ങളിൽ അവൾ സാരികളുടെ സ്റ്റോറുകൾ തുറന്നു. അവൾ അവതരിപ്പിച്ച 1 മിനിറ്റ് സാരി എന്ന ആശയം വലിയൊരു ഇന്നോവേഷനായി മാറി. പരമ്പരാഗത രീതിയിൽ സാരി ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ എളുപ്പമായി. ഇതോടെ നാഗലക്ഷ്മിയുടെ പ്രശസ്തി വേഗത്തിൽ ഉയർന്നു. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് എത്തി. ബ്രാൻഡുകൾ അവളുമായി സഹകരിക്കാൻ തുടങ്ങി. ലോക്കൽ മീഡിയ അവളെ വിജയകരമായ വനിതാ എന്റർപ്രണർ എന്ന രീതിയിൽ ഫീച്ചർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ മുഴുവൻ തിളക്കത്തിന്റെയും പിന്നിൽ ആരും കാണാത്തൊരു ഇരുണ്ട വശം ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നത് 2026 ഏപ്രിൽ 27-നാണ്. അന്നത്തെ ദിവസം എല്ലാം സാധാരണയായിരുന്നു. മൂത്ത മകൻ ഹരീഷ് റഷ്യയിൽ മെഡിക്കൽ പഠനത്തിന് തിരക്കിലായിരുന്നു. ഇളയവൻ സായ് ചെന്നൈയിലെ കോളേജിൽ ഡെന്റൽ ക്ലാസ്സിലായിരുന്നു. വീട്ടിലുണ്ടായിരുന്നത് നാഗലക്ഷ്മിയും അവളുടെ ഭർത്താവ് സുബ്രഹ്മണ്യനും മാത്രമായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്കിടെ സായിലാഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് അവന്റെ അച്ഛനായ സുബ്രഹ്മണ്യന്റെ ഫോണിൽ നിന്ന് വന്നതാണ്. ആ മെസ്സേജ് വായിച്ച ഉടൻ തന്നെ സായിലാഷ് ഞെട്ടിപ്പോയി. നാഗലക്ഷ്മിയുടെ മകന്റെ ഫോണിൽ വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു: നിന്റെ അമ്മയും ഞാനും ഇനി വീട്ടിലില്ല. ഞാൻ നിനക്കായി ഭക്ഷണം വച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് കഴിക്കണം. ഇത് വായിച്ച ഉടൻ തന്നെ അവൻ ഭയത്തിൽ വിറങ്ങലിച്ചു. എന്തോ അനിഷ്ട സംഭവം സംഭവിച്ചിരിക്കാം എന്ന ഭയത്തോടെ അവൻ വേഗത്തിൽ ബൈക്കെടുത്ത് വീട്ടിൽ പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് അത്യന്തം ഭയാനകമായൊരു നിശബ്ദതയായിരുന്നു. വീടിന്റെ മെയിൻ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അത് തന്നെ അവന്റെ മനസ്സിൽ പുറത്തു നിന്നുള്ളൊരു ആക്രമണത്തിന്റെ സംശയമുയർത്തി. അവൻ അകത്തേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച അവനെ പൂർണ്ണമായും തകർത്തു. അവന്റെ അമ്മ നാഗലക്ഷ്മി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അവളുടെ തല, കഴുത്ത്, കൈ എന്നിവിടങ്ങളിൽ കത്തിപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുണ്ടായ ഗുരുതരമായ മുറിവുകളുണ്ട്. ഭീതിയോടെ അവൻ അടുത്ത മുറിയിലേക്ക് ഓടിയപ്പോൾ അവിടെ കണ്ടത് അതിലും ഭയാനകമായിരുന്നു. അവന്റെ പിതാവ് സുബ്രഹ്മണ്യം ഫാനിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടു. കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ ഈ വിവരം മുഴുവൻ പ്രദേശത്തും പടർന്നു. ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി. പോലീസിനും ഈ ദൃശ്യം ഒരു വലിയ പസിലായിരുന്നു. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത്, നിലത്ത് കണ്ട സംശയാസ്പദമായ കാൽപ്പാടുകൾ എല്ലാം ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ സാന്നിധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫോറൻസിക് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെ നാഗലക്ഷ്മിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പുറത്തു വരാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഏറ്റവും വലിയ ചോദ്യം, അടച്ചിട്ട വീടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് ആദ്യം എല്ലാ സാധ്യതകളും പരിശോധിച്ചു. പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ കയറിയതാണോ, മൂന്നാമതൊരു വ്യക്തിയുടെ പങ്കുണ്ടോ, എല്ലാം. പക്ഷെ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുമ്പോൾ കേസിന്റെ ദിശ തന്നെ മാറാൻ തുടങ്ങി. കാരണം വീട്ടിൽ ബലം പ്രയോഗിച്ചു കയറിയതിന്റെ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല. വാതിൽ തകർത്തിട്ടില്ല, അലമാരകൾ തുറന്നിട്ടില്ല, വീടിനുള്ളിലെ സാധനങ്ങളൊന്നും അലങ്കോലമായിട്ടില്ല. അതായത് ഇതൊരു മോഷണ ശ്രമമോ പുറത്തു നിന്നുള്ള ആക്രമണമോ അല്ല എന്ന് വ്യക്തമായി. ഇതോടെ അന്വേഷണത്തിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വന്നു. സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ കത്തി, അതിലുണ്ടായിരുന്ന വിരലടയാളം സുബ്രഹ്മണ്യന്റേത്. ആ കത്തി അന്നത്തെ ദിവസം അദ്ദേഹം തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. അതായത് സംഭവിച്ചത് പെട്ടെന്നുണ്ടായ കോപത്തിന്റെ ഫലമല്ല, മറിച്ച് മുൻകൂട്ടി ചിന്തിച്ചു ചെയ്ത ഒരു പ്രവർത്തനമായിരിക്കണം എന്ന സംശയം ഉയർന്നു. പക്ഷെ കേസിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ് വന്നത് ഡിജിറ്റൽ തെളിവുകളിലൂടെയാണ്. പോലീസ് സുബ്രഹ്മണ്യന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ടൈം ലൈൻ മുഴുവനും വ്യക്തമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അദ്ദേഹം ചെന്നൈയിലുള്ള മകനായ സായിലാഷിന് മാത്രമല്ല, റഷ്യയിൽ പഠിക്കുന്ന മൂത്ത മകനായ ഹരീഷിനും മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജുകളാണ് അന്വേഷണത്തിന്റെ ദിശ മാറ്റിയത്. കാരണം ഭയത്തിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്ത വാക്കുകളായി പോലും തോന്നിയില്ല, മറിച്ച് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരാളുടെ ശാന്തമായ സന്ദേശങ്ങളായിരുന്നു അവ. അതിൽ പറഞ്ഞിരുന്നത്, ഇനി ഞങ്ങൾ ഇവിടെ ഇല്ല, സഹോദരനെ നീ നോക്കണം, പണം അലമാരയിലുണ്ട്, ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി, ഇതൊരു യാദൃശികമായ ക്രൈം സീൻ അല്ല, ഇത് ഘട്ടം ഘട്ടമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സംഭവമാണെന്ന ശക്തമായ സംശയം ഉയർന്നു. പോലീസിന്റെ അന്വേഷണ പ്രകാരം സുബ്രഹ്മണ്യം ആദ്യം നാഗലക്ഷ്മിയുടെ മേൽ ആയുധം ഉപയോഗിച്ച് നിരവധി തവണ ആക്രമിച്ചു. ഇതോടെ അവൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. തുടർന്ന് മക്കൾ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് എല്ലാം ഫൈനൽ സ്റ്റേജിൽ എത്തിക്കാനായി അദ്ദേഹം ഇരുവർക്കും മെസ്സേജ് അയച്ചു. അതിനുശേഷം മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ വന്ന് സ്വന്തം ജീവിതവും അവസാനിപ്പിച്ചു എന്നാണ് അന്വേഷണത്തിൽ പറയുന്നത്. ഇതോടെ പോലീസിന് വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നത് ഏറെക്കുറെ മനസ്സിലായി. പക്ഷെ അന്വേഷണത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഇനിയാണ്. എന്താണ് കാരണം, മോട്ടീവ്? എന്താണ് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ബന്ധത്തെ ഇത്രയും ഭീകരമായ നിലയിലേക്ക് കൊണ്ടുപോയത്? പുറമേ നിന്ന് വിജയകരമായി തോന്നിയ ഒരു ജീവിതം അകത്തേക്ക് ഇത്രയും തകർന്നത് എന്തുകൊണ്ട്?
ഈ കേസ് പല വീടുകളിലും കാണുന്ന ഒരു മൗന സംഘർഷത്തിന്റെ പ്രതിഫലനമായിരുന്നു. പുറത്തുനിന്ന് ആരും കാണാത്ത, അകത്ത് മാത്രം കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. പുറത്ത് ലോകത്തിന് നാഗലക്ഷ്മി ഒരു വിജയ കഥയായിരുന്നു. സ്വയം ഉയർന്ന എന്റർപ്രണർ, ഇൻഫ്ലുവൻസർ, കുടുംബം നോക്കുന്ന സ്ത്രീ. പക്ഷേ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ കാര്യങ്ങൾ അത്രയും പൂർണ്ണമായിരുന്നില്ല. ഈ ബന്ധത്തിലെ പ്രധാന വിള്ളൽ തുടങ്ങിയത് പണം, സ്ഥാനം, തിരിച്ചറിയൽ എന്നിവയിലൂടെയാണ്. നാഗലക്ഷ്മി സ്വന്തം ബിസിനസ് വളർത്തി, ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് നേടി, കുടുംബ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതേസമയം സുബ്രഹ്മണ്യൻ ദീർഘകാലം സ്ഥിരമായി ജോലിയില്ലാതെ കഴിയുകയാണ്. പോലീസ് അന്വേഷണ പ്രകാരം ഈ വ്യത്യാസം പതുക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലെ നിരാശയായി മാറി. ഭാര്യയുടെ വിജയം അദ്ദേഹത്തിന്റെ പിന്തുണയല്ല, മറിച്ച് അസൂയായി മാറിയിരുന്നു. അവൾ സോഷ്യൽ മീഡിയയിൽ സജീവയാണ്, വീഡിയോസ് ചെയ്യുന്നു, പബ്ലിക് അറ്റൻഷൻ നേടുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് ഒരു ഇൻസെക്യൂരിറ്റി നൽകി. അതാണ് മാനസിക സമ്മർദ്ദവും ഹീനതാബോധവുമായി വളർന്നത്. സുബ്രഹ്മണ്യന്റെ ജീവിതം പിന്നീട് കൂടുതൽ വഷളായി. ഏകദേശം 2 വർഷം മുൻപ് തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നും മാറി മധുരയിലെ തന്റെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. കാരണം ദമ്പതികൾ തമ്മിൽ വലിയ തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ ബന്ധം പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല. വേർപിരിഞ്ഞെങ്കിലും നാഗലക്ഷ്മി അദ്ദേഹത്തിന് ഓൺലൈനായി പണം അയച്ച് സഹായിച്ചിരുന്നു, ദിവസ ചിലവുകൾക്കായി. പിന്നീട് സംഭവത്തിന് ഏകദേശം 10 ദിവസം മുൻപ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി. തന്റെ പിഴവുകൾ അംഗീകരിക്കുകയും ക്ഷമ ചോദിക്കുകയും വീണ്ടും ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുകയും ചെയ്തു. അതോടെ നാഗലക്ഷ്മി അത് അംഗീകരിച്ചു. പക്ഷെ പുറമേ കാണിച്ച സമാധാനം അകത്തത്ര ശാന്തമായിരുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം വീണ്ടും പണവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ആരംഭിച്ചു. ബിസിനസ് ലോൺ, ചിലവുകൾ, കൂടാതെ കൂടുതൽ പണം ആവശ്യപ്പെടുന്ന അവസ്ഥ. സുബ്രഹ്മണ്യന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതോടെ ഇരുവരുടെയും ഇടയിൽ വീണ്ടും തർക്കങ്ങൾ ആരംഭിച്ചു. വീടിന്റെ അന്തരീക്ഷം വീണ്ടും ഭാരം നിറഞ്ഞതായി മാറി. അവസാനം 2026 ഏപ്രിൽ മാസം 27 ഉച്ചയ്ക്ക് ഒരു കടുത്ത തർക്കം ഉണ്ടായി. അത് അതിരിവിടുകയും പിന്നീട് അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തുപോയി മാർക്കറ്റിൽ നിന്നും ഒരു ആയുധം വാങ്ങി തിരികെ വരികയും ചെയ്യുന്നു. തുടർന്ന് സംഭവിച്ചത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതവും അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. 2 മക്കളുടെയും ഭാവി, വർഷങ്ങളായുള്ള പരിശ്രമം എല്ലാം തകർന്നുപോയി. ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: ചില ബന്ധങ്ങൾ പുറത്തുനിന്ന് തകരുന്നതായി കാണില്ല, പക്ഷെ അകത്ത് വളരെ നേരത്തെ തന്നെ അവ പൊട്ടിപ്പോയിട്ടുണ്ടാകും. ബന്ധങ്ങളിലുള്ള ഇൻസെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നിവ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. പ്രശ്നങ്ങൾ നിശബ്ദമായി സഹിച്ചു പോകുന്നതിന് പകരം സമയത്ത് സംസാരിച്ച് പരിഹരിക്കാതിരിക്കുക അപകടകരമാണ്. ഈ പണം, സ്റ്റാറ്റസ്, സോഷ്യൽ മീഡിയ ജീവിതം എന്നിവ കാരണം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈഗോ ക്ലാഷ് പലപ്പോഴും വലിയ തകർച്ചകളിലേക്കാണ് വഴിവെക്കുക. ഏറ്റവും പ്രധാനമായി മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അതൊരിക്കലും അവഗണിക്കരുത്. സഹായം തേടുക. പുറമേ കാണുന്ന വിജയവും സന്തോഷവും എല്ലാം എപ്പോഴും അകത്തെ യാഥാർത്ഥ്യം കാണിക്കില്ല. ഒരു ബന്ധത്തിൽ എപ്പോഴും മനസ്സിലാക്കലും ആശയവിനിമയവും ഇല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ദുരന്തമായി മാറും. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.